ഭാരത് ടാക്സി സർവീസുമായി കേന്ദ്രം സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ സർവീസ് ആരംഭിക്കുന്നത്. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിൻ്റെയും ദേശീയ ഗവേണൻസ് ഡിവിഷൻ്റെയും കീഴിലാണ് ഭാരത് ടാക്സി ആരംഭിക്കുക. ഡൽഹിയിൽ പരീക്ഷണഘട്ടം നവംബറിൽ ആരംഭിക്കും. ഡിസംബറോടെ രാജ്യത്തെ തിരഞ്ഞെടുത്ത 20 നഗരങ്ങളിൽ കൂടി സേവനം ലഭ്യമാക്കും. യാത്രക്കാർക്ക് താങ്ങാവുന്ന നിരക്കുകളാകും ഏർപ്പെടുത്തുക. ഡ്രൈവർമാരെ ഓഹരി ഉടമകളാക്കാൻ അനുവദിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സഹകരണ ടാക്സി സേവനമാണിത്. യാത്രാക്കൂലി വർധന, മോശം വാഹനങ്ങൾ, ഡ്രൈവർമാരുടെ മോശം പെരുമാറ്റം തുടങ്ങി മറ്റ് ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോമുകളുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്നിരുന്നു. ഭാരത് ടാക്സികളിലെ ഡ്രൈവർമാരെ സാരഥികൾ എന്ന് വിളിക്കും. ഡൽഹിയിൽ ആദ്യഘട്ടത്തിൽ 650 ഡ്രൈവർമാർ പങ്കാളികളാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റു പ്ലാറ്റ്ഫോമുകളിലേതുപോലെ കമ്മീഷൻ സംവിധാനമില്ലാത്തതിനാൽ ഡ്രൈവർമാർക്ക് വരുമാനത്തിൻ്റെ 100% ലഭിക്കും. യാത്രക്കാർക്ക് ന്യായമായ നിരക്കുകൾ പ്രതീക്ഷിക്കാം. ഡിജിലോക്കർ, ഉമാങ് പോലുള്ള പ്ലാറ്റ്ഫോമുകളുമായി സേവനം സംയോജിപ്പിക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്.